ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ സ്ത്രീ എന്റെ ആരും അല്ലായിരിക്കും. പക്ഷെ അവരെന്നെ കൊണ്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജന്മത്തെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കില്ലേ? സർ, രജിസ്ട്രേഷൻ മറ്റൊരു ദിവസത്തേക്ക് വെക്കാം നമുക്ക്. അതെന്താ പറ്റി? അതൊക്കെ ഞാൻ പിന്നെ പറയാം മോളെ. എനിക്ക് പെട്ടെന്ന് പോയേ പറ്റും. സോണിയ, ശ്യാമേ, രാധിക മോളല്ല നിൽക്കുന്നത്. എവിടെ? ഏയ്, എന്താ ഇത്? ഈ രൂപത്തിൽ അവള് കാണണ്ട. അയ്യോ, അതെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ കാര്യം എന്താന്ന് അന്വേഷിക്കാം. ശ്യാമയെ വേഷം മാറ്. ഓ, ഓ. രാധിക മോള്, മോളെന്താ എവിടെ നിൽക്കുന്നത്? അത് ഞാൻ അമ്മയുടെ കൂടെ വന്നതാ. ഞാൻ പറഞ്ഞില്ലേ, അമ്മയാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്ന സ്ത്രീയെ കുറിച്ച്. എന്നിട്ട് അവരെവിടെ? എന്തോ ഒരു രജിസ്ട്രേഷന് വേണ്ടി ഞാൻ ഒപ്പിടാൻ വന്നതാ. പെട്ടെന്ന് അവര് ഇറങ്ങിപ്പോയി. അതുവഴി പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്നോ? അപ്പൊ ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. സർ, എന്ത് രജിസ്ട്രേഷൻ ഇവിടെ നടക്കാൻ പോയത്? ഈ കുട്ടി എന്തിലും ഒപ്പിടേണ്ടിയിരുന്ന? ഒരു 10 സെക്കൻഡ് കൂടി മതിയായിരുന്നു. അതിനിടയിൽ ഇവരെവിടുന്നാ പൊട്ടിമുളച്ചത്? മോശം. ശ്യാമേ, ഒരു പക്ഷെ നമ്മളിപ്പോ എത്തില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലായേനെ. എന്താ എടുത്തി? രാധിക മോളുടെ അമ്മയാണെന്ന് പറഞ്ഞ് മോളുടെ പിറകെ നടക്കുന്ന ഒരു സ്ത്രീ ഇല്ലേ, അവരാ രാധിക മോളെ ഇവിടെ കൊണ്ടുവന്നത്. എന്തൊക്കെയോ പ്രമാണങ്ങളില് രാധിക മോളെ കൊണ്ട് ഒപ്പിടിക്കാനായിരുന്നു ഉദ്ദേശം. നമ്മളെ കണ്ടപ്പോഴേക്കും അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. ഇതെന്തോ വലിയൊരു കുരുക്കാണല്ലോ. അതിൽ സംശയമൊന്നുമില്ല. മോളുടെ പുറകെ നടക്കുന്ന ആ സ്ത്രീയുടെ ഉദ്ദേശം മോളുടെ പേരിൽ സ്വത്തെഴുതി വാങ്ങുന്നത് തന്നെയായിരുന്നു. ഐശ്വര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഐശ്വര്യ ചുമതലപ്പെടുത്തിയ മറ്റൊരു സ്ത്രീയാവാം. പക്ഷെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇനിയും രാധിക മോള് ഇങ്ങനത്തെ അപകടത്തിൽ ചെന്ന് ചാടാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ സത്യം പറയുന്നതാ നല്ലത്. ഇതിനേക്കാളും നല്ല മുഹൂർത്തം ഇല്ല ശ്യാമ. കൺമുന്നിൽ നിൽക്കുന്ന ഫിദയാണ്
സ്വന്തം പെറ്റമ്മയെന്ന് അവൾ അറിഞ്ഞേ പറ്റൂ. എടുത്തു വരൂ. ഇനി എനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവളെ ആരും അപകടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ മോളോട് പറയാൻ പോവാ, ഗായിക ശ്യാമയാണ് നിന്റെ അമ്മയെന്ന്. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പെറ്റമ്മ എന്ന് പറഞ്ഞ് മോളുടെ പുറകെ കൂടിയിരിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അബദ്ധമല്ലേ കാണിച്ചേ? എന്ത് കാര്യം ഉണ്ടായിരുന്നാലും എന്നോട് തുറന്നു പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നില്ലേ മോക്ക്? അത് മാഡം, ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാ മറ്റുള്ളവർക്ക് നമ്മളെ ചതിക്കാൻ അവസരം ഉണ്ടാക്കുന്നത്. ഇനി എന്റെ മോളെ ചതിക്കാൻ ആർക്കും പറ്റരുത്. അതുകൊണ്ട് ആ സ്ത്രീ എന്റെ ആരും അല്ലായിരിക്കും. പക്ഷെ അവരെന്നെ കൊണ്ട് സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജന്മത്തെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കില്ലേ? അപ്പൊ അവർക്ക് എന്റെ അച്ഛനും അമ്മയെ കുറിച്ചൊക്കെ എല്ലാം അറിയായിരിക്കും. അതൊക്കെ പോട്ടു മോളെ. മോള് ഫിദ പറയുന്നൊന്ന് കേക്ക്. ഇതിനൊക്കെ എല്ലാത്തിനും കാരണം എന്നെ പ്രസവിച്ച ആ സ്ത്രീയാ. എന്നെ വലിച്ചെറിഞ്ഞ ആ സ്ത്രീ മാത്രം.